ഹായ് കൂട്ടുകാർ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. 5ാം ക്ലാസ്സിൻ്റെ അഹ്കാമുത്ത് തജ്വീദ് ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ മദ്രസയിലെ അഹ്കാമുത്ത് തജ്വീദിൻ്റെ വാർഷിക പരീക്ഷയ്ക്ക് നിങ്ങൾക്ക് ഉപകാരപ്പെടുത്താവുന്ന ഒരു ചോദ്യപേപ്പറിൻ്റെ മോഡലുമായിട്ടാണ് ഇന്ന് വന്നിരിക്കുന്നത്. നമുക്ക് ചോദ്യങ്ങൾ മനസ്സിലാക്കാം, ഉത്തരങ്ങൾ പറയാം. എന്താണ്? കോളത്തിൽ ശരി അടയാളപ്പെടുത്താനാണ്. നാവിൽ നിന്ന് പുറപ്പെടുന്ന അക്ഷരങ്ങൾ എത്രയാണ്? നമ്മൾ പഠിച്ചിട്ടുണ്ട്. നാവ് ഒരു മഹ്റജാണ്. നാവിൻ്റെ വ്യത്യസ്ത ഭാഗങ്ങളിൽ നിന്നായി 18 അക്ഷരങ്ങൾ പുറപ്പെടുന്നുണ്ട് എന്ന്. അപ്പോൾ ഇവിടെ 18 എന്നത് നമുക്ക് ടിക്ക് ചെയ്യാം. അടുത്തത് എന്താണ്? ഇസ്തിഇലായിൻ്റെ അക്ഷരങ്ങൾ ഏതൊക്കെയാണ്? എത്ര എണ്ണം ഉണ്ട്? ഹുസ്സലാത്തിൻ കിള് എന്ന 7 അക്ഷരങ്ങളാണ് ഇസ്തിഇലായിൻ്റെ. അപ്പോൾ നമുക്ക് 7 എന്നത് ടിക്ക് ചെയ്യാം. അടുത്തത് തർക്കീക്കാക്കേണ്ട ലാമിന് ഒരു ഉദാഹരണം ഫീ സബീലില്ലാഹ്. അള്ളാഹു എന്ന ജലാലത്തിൻ്റെ ഇസ്മിന് മുമ്പ് ഫതഹോ ലമ്മോ വന്നാൽ തഫീം ചെയ്യണം. അള്ളാഹു എന്ന ജലാലത്തിൻ്റെ ഇസ്മിന് മുമ്പ് കസറ വന്നാൽ അവിടെ ലാമിനെ തർക്കീക്ക് ചെയ്യണം. അപ്പോൾ ഇവിടെ ഫീ സബീലില്ല എന്നതാണ് ശരി. അപ്പോൾ അതുപോലെ ഓപ്ഷൻ വരുമ്പോൾ മുമ്പ് ഫതഹോ ലമ്മോ ആണെങ്കിൽ അവിടെ തഫീമാണ്, മുമ്പ് ഹർക്കത്ത കസറ ആണെങ്കിൽ അവിടെ തർക്കീക്കാണ്. അപ്പോൾ അത് മനസ്സിലാക്കുക. അടുത്തത് വായയുടെ ഉൾഭാഗം ഏതാണ്? വായയുടെ ഉൾഭാഗം എന്നത് ജൗഫ് എന്നതാണ് വായയുടെ ഉൾഭാഗം. ഹൈഷൂം എന്നാൽ തരിമൂക്ക് എന്നും, ഷഫത്താനി 2 ചുണ്ടുകൾ എന്നൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ മനസ്സിലാക്കണം. അടുത്തത് തഫീമാക്കേണ്ട ലാമിന് ഉദാഹരണം നമ്മൾ പറഞ്ഞു. ഫതഹോ ലമ്മ ആണെങ്കിൽ, അള്ളാഹു എന്ന ജലാലത്തിൻ്റെ ഇസ്മിന് മുമ്പ് ഫതഹോ ലമ്മ ആണെങ്കിൽ, അപ്പോൾ ഇവിടെ യഅലമുല്ലാഹു എന്നതാണ്. ഇന്ദില്ലാഹി മിൻ ദൂനില്ലാഹി എന്നതൊക്കെ അള്ളാഹു എന്നതിന് മുമ്പ് ഹർക്കത്ത് കസറ ആയതുകൊണ്ട് അവിടെ തർക്കീക്കാണ്, മനസ്സിലാക്കുക. അടുത്തത് തഫീമാക്കേണ്ട റായിന് ഉദാഹരണമാണ്. അപ്പോൾ ഇവിടെ ഇർജിഇ എന്നതാണ് തഫീമാക്കേണ്ട റായിന് ഉദാഹരണം. തഫീം 5 സന്ദർഭങ്ങളിൽ തഫീമുണ്ടെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട് റായിന്. അപ്പോൾ അത് നന്നായി മനസ്സിലാക്കി പഠിക്കുക, ഉദാഹരണങ്ങളൊക്കെ മനസ്സിലാക്കുക. ഇവിടെ ഇർജിഇ എന്നതിൽ സുക്കൂനുള്ള റായിന് മുമ്പ് കസർ ആരിലാണ്, അതാണ് ഇർജിഇ എന്നതിൽ തഫീമാക്കാൻ കാരണം. മുദക്കിർ എന്നതിലും ഹിജ്ർ എന്നതിലും തർക്കീക്കാണ് വരുന്നത്. അപ്പോൾ നമ്മളത് തർക്കീക്കിൻ്റെ ഉദാഹരണത്തിൽ പറഞ്ഞിട്ടുണ്ട്, തർക്കീക്കാവാനുള്ള കാരണങ്ങൾ. അന്ത മുദക്കിർ എന്നതിൽ സുക്കൂനുള്ള റാ അതിന് മുമ്പ് ഹർക്കത്ത് കസറായി. പിന്നെ ഹിജ്ർ എന്നതിൽ സുക്കൂനുള്ള റാ അതിന് മുമ്പുള്ള അക്ഷരത്തിന് സുക്കൂനാവുകയും ശേഷം ഹർക്കത്ത് കസറാവുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ തർക്കീക്ക് 4 സന്ദർഭങ്ങളിലുള്ളത് നന്നായി മനസ്സിലാക്കുക. തഫീം 5 സന്ദർഭങ്ങളിലാണെന്നുള്ളതും നന്നായിട്ട് മനസ്സിലാക്കി പഠിക്കുക. അടുത്തത് ചേരുംപടി ചേർക്കാനാണ്. ജലാലത്തിൻ്റെ ഇസ്മിന് മുമ്പ് കസറ് വന്നതിന് ഉദാഹരണം ബിസ്മില്ലാഹി എന്നതാണ്. അപ്പോൾ അതിൻ്റെ ഡി നമുക്കവിടെ എഴുതി കൊടുക്കാം. അടുത്തത് മുമ്പ് കസറാണ്, അതിനാൽ തർക്കീക്കാക്കണം. ഏതിനാണ് മുമ്പ്? സാക്കിനായ റായിന് മുമ്പ് കസറ് വന്ന് ഫദക്കിർ എന്ന അതിന് നേരെ വന്ന ഓപ്ഷൻ തന്നെയാണ് ഓപ്ഷൻ ബി. സാക്കിനായ റായിന് മുമ്പ് കസറ വന്നിട്ടുണ്ട്, അപ്പോൾ അത് തർക്കീക്കാണ്. അടുത്തത് എന്താണ്? മുമ്പ് കസറാണെങ്കിലും തഫീമാക്കണം. അവിടെ അമിർതാബു എന്നതിൽ കസറാണ് മുമ്പ്, പക്ഷേ അവിടെ തഫീമാണ് ആക്കേണ്ടത്. അവിടെ മുൻഫസിലാണ് അവിടെ, അപ്പോൾ അവിടെ തഫീം ചെയ്യണം, അതുകൊണ്ടാണ്. അപ്പോൾ അതിൻ്റെ അവിടെ എഴുതി കൊടുക്കാം. അടുത്തത് എന്താണ്? ജലാലത്തിൻ്റെ ലാമിന് മുമ്പ് ലൊമ്മായാൽ
ജലാലത്തിൻ്റെ ലാമിന് മുമ്പ് ലൊമ്മായാൽ തഫീമാണ്. അപ്പോൾ അതിൻ്റെ സി നമുക്കവിടെ എഴുതി കൊടുക്കാം. അടുത്തത് ജലാലത്തിൻ്റെ ലാമിന് മുമ്പ് കസറാണെങ്കിൽ തർക്കീക്കാണ്. അപ്പോൾ അതിൻ്റെ എയും നമുക്കവിടെ എഴുതി കൊടുക്കാം. അപ്പോൾ അതൊക്കെ ഒന്നായി മനസ്സിലാക്കുക. നമുക്ക് ഉദാഹരണങ്ങൾ വേറെ തന്നിട്ട് ഇതേ ചോദ്യങ്ങൾ ചോദിക്കാം. അപ്പോൾ അതൊക്കെ മനസ്സിലാക്കുക. ഇനി പൂരിപ്പിക്കാനാണ്. ക സ ഷ ഹ ത സ ഇങ്ങനെ ഡാഷ് പറഞ്ഞാൽ തർക്കീക്ക്, ഇങ്ങനെ നേർത്തു പറഞ്ഞാൽ തർക്കീക്ക്. നമ്മൾ 11ാമത്തെ പാഠത്തിൽ തഫീമ് തർക്കീക്ക് എന്നതിൽ നമ്മൾ അവസാനത്തിൽ ബോക്സിലായിട്ട് പഠിച്ചിട്ടുണ്ട് ബൈത്ത്. അപ്പോൾ അതിൽ പറയുന്നുണ്ട്. അതുപോലെ തന്നെ ക സ ല ഓ ത ഹ ഇങ്ങനെ വായ നിറച്ചാൽ തഫീമ്. അപ്പോൾ വായ നിറച്ചാൽ തഫീമ്, നേർത്തു പറഞ്ഞാൽ തർക്കീക്ക്. അപ്പോൾ ഇവിടെ ഇങ്ങനെ നേർത്തു പറഞ്ഞാൽ എന്ന് എഴുതി കൊടുക്കണം. അപ്പോൾ അതുപോലെ എല്ലാ ബോക്സും അവസാനത്തിലുള്ള നുൻഷിദ് ബൈത്ത് വരുന്നുണ്ട്, പാട്ട് വരുന്നുണ്ട്. അതൊക്കെ നന്നായി മനസ്സിലാക്കി പഠിക്കണം. അടുത്തത് എന്താണ്? നാവിൽ നിന്ന് പുറപ്പെടുന്ന അക്ഷരങ്ങൾ ഡാഷ് എണ്ണമുണ്ട്. നാവിൽ നിന്ന് പുറപ്പെടുന്ന അക്ഷരങ്ങൾ 18 എണ്ണമുണ്ട്. നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു. അടുത്തത് നാവിൻ്റെ തലയും മേലെ മുൻപല്ലുകളുടെ തലയും ചേർന്ന് പുറപ്പെടുന്ന അക്ഷരങ്ങൾ ഡാഷ് എന്നിവയാണ്. ഏതൊക്കെയാണ്? ലോ സ ലാല്, ലോ സ ലാല് ഈ 3 അക്ഷരങ്ങളാണ് നാവിൻ്റെ തലയും മേലെ മുൻപല്ലുകളുടെ തലയും ചേർന്ന് പുറപ്പെടുന്ന അക്ഷരങ്ങൾ. അതുപോലെ നാവിൻ്റെ തലയും മേലെ മുൻപല്ലുകളുടെ മുരടും ചേർന്ന് വരുന്നതാണ് തോ ത ദാല്. അതുപോലെ നാവിൻ്റെ അറ്റവും 2 വരിയിലെ മുൻപല്ലുകളുടെ ഇടയും ചേർന്ന് വരുന്നതാണ് സോദ് സായി സീന്. അപ്പോൾ അതൊക്കെ നന്നായി മനസ്സിലാക്കി പഠിക്കണം. അടുത്തത് അല്ലാഹു എന്നതിലെ ലാമിനെ ഉച്ചരിക്കേണ്ടത് ഡാഷിൻ്റെ മഹ്റജിൽ നിന്നാണ്. ലാമിനെ ലാമിൻ്റെ മഹ്റജിൽ നിന്ന് തന്നെ പുറപ്പെടണം. ലാമിൻ്റെ മഹ്റജിൽ നിന്ന് തന്നെയാണ്. അപ്പോൾ അവിടെ അല്ലാഹു എന്നതിലെ ലാമിനെ ഉച്ചരിക്കേണ്ടത് ലാമിൻ്റെ മഹ്റജിൽ നിന്നാണ് എന്ന് ലാം എന്ന് എഴുതിയാൽ മതി. അടുത്തത് 2 ചുണ്ടുകളിൽ നിന്ന് പുറപ്പെടുന്ന അക്ഷരങ്ങളിൽ ഡാഷ് എന്ന അക്ഷരത്തിൽ ചുണ്ടുകളുടെ മധ്യഭാഗം അല്പം തുറന്നിടണം. ഏതക്ഷരത്തിനാണ്? വാവ്. വാവിൽ 2 ചുണ്ടുകളുടെ മധ്യഭാഗം അല്പം തുറന്നിരിക്കണം. 2 ചുണ്ടുകളിൽ നിന്ന് പുറപ്പെടുന്ന അക്ഷരങ്ങൾ വാവ് ബ മീമ് ആണ്. അതിൽ വാവ് 2 ചുണ്ടുകളുടെ മധ്യഭാഗം അല്പം തുറന്നിട്ടിരിക്കണം. മനസ്സിലാക്കുക. അടുത്തത് കസ്രാണീവിധം ഡാഷ് എന്നതിന് മുന്നിൽ വന്നാൽ ബിസ്മില്ല. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ആ പാട്ടുന്നാണ്. എന്താണ്? കസ്രാണീവിധം അല്ലാ എന്നതിൻ മുന്നിൽ വന്നാൽ ബിസ്മില്ല നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ അതുപോലെ അല്ലാ എന്നതിന് മുന്നിൽ ഫതഹ ലമ്മ വന്നാൽ അവിടെ തഫീമാണ്. അപ്പോൾ അതൊക്കെ മനസ്സിലാക്കുക. അടുത്തത് എന്താണ്? ഒറ്റ വാക്കിൽ ഉത്തരം എഴുതാനാണ്. ലാമ് പോലെ തഫീമും തർക്കീക്കും എന്നീ 2 അവസ്ഥകളുണ്ട് മറ്റൊരക്ഷരത്തിന്. ഏതക്ഷരത്തിനാണെന്ന്? ലാമ് പോലെ തന്നെ തഫീം തർക്കീക്ക് എന്നീ 2 അവസ്ഥകളുണ്ട്. ഏതക്ഷരത്തിനാണ്? ഏതക്ഷരത്തിനാണ്? റാഇനാണ്. റാ. അപ്പം നമുക്കവിടെ റാ എന്ന് എഴുതാം. അടുത്തത് റാഇന് ഏത് ഹർക്കത്ത് വന്നാലാണ് തർക്കീക്കാക്കേണ്ടത്? റാഇന് ഏത് ഹർക്കത്ത് വന്നാലാണ്? റാഇന് ഏത് ഹർക്കത്ത് വന്നാലാണ്? റാഇന് കസറ വരുമ്പോഴാണ്. റാഇന് കസറ വരുമ്പോഴാണ് തർക്കീക്കാക്കേണ്ടത്. റാഇൻ്റെ ഹർക്കത്ത് കസറാവുമ്പോഴാണ് തർക്കീക്ക്. ഫതഹുൻ ലമ്മ ആവുമ്പോൾ തഫീമാണ്. അപ്പോൾ ഇവിടെ ഹർക്കത്ത് ഏത് ഹർക്കത്ത് എന്നാണ്. അപ്പോൾ കസറ വന്നാൽ. അടുത്തത് തോ താ എന്നീ അക്ഷരങ്ങളുടെ അതേ മഹ്റജുള്ള മറ്റേ അക്ഷരം ഏത്? തോ താ എന്നീ അക്ഷരത്തിൻ്റെ മഹ്റജുള്ള മറ്റേ അക്ഷരം ഏതാണ്?
ത്വ, ത, ദാല്. നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു നാവിൻ്റെ തലയും മേലെ മുൻപല്ലുകളുടെ മുരടും. അപ്പം അത് മഹ്റജ്, ഒരേ മഹ്റജ് വരുന്നത്. അപ്പോൾ അവിടെ ദാലാണ് എഴുതേണ്ടത്, അതിൻ്റെ കൂടെ വരുന്നത്. അടുത്തത് താഴെ ചുണ്ടും മേലെ മുൻപല്ലുകളുടെ തലയും ചേർന്ന് പുറപ്പെടുന്ന ഒരേ ഒരു അക്ഷരം ഏതാണ്? ഫ ആണ്. ഫ. താഴെ ചുണ്ടും മേലെ മുൻപല്ലുകളുടെ തലയും ചേർന്ന് വരുന്ന ഒരേ ഒരു അക്ഷരം ഫ ആണ്. ഫ. അപ്പോൾ അവിടെ അത് എഴുതാം. അടുത്തത് ലാമ് പോലെ തഫീമും തർക്കീക്ക് എന്നീ രണ്ട് അവസ്ഥകളുണ്ട്. എന്തിനാണ്? റായിന് തന്നെയാണ്. റായിന്. അപ്പോൾ നേരത്തെ ആവർത്തിച്ചൊരു ചോദ്യമാണ്, വീണ്ടും വന്നതാണെന്നുള്ളൂ. അടുത്തത് മീമ്, നൂന് എന്നീ അക്ഷരങ്ങളുടെ ഉന്നത്തിൻ്റെ സന്ദർഭത്തിലുള്ള മഹ്റജ്. മീമ്, നൂനിന് ഉന്നത്തിൽ തരിമൂക്കാണ്. മീമിനും നൂനിനും ഉന്നത്തിൽ തരിമൂക്കാണ് മഹ്റജ്. അപ്പം അത് മനസ്സിലാക്കുക. ഉന്നത്തിൻ്റെ സന്ദർഭത്തിൽ തരിമൂക്കാണ്. അടുത്തത് ഒറ്റ വാചകത്തിൽ ഉത്തരം എഴുതണം. നാവിൽ നിന്ന് പുറപ്പെടുന്ന അക്ഷരങ്ങൾ ഏതെല്ലാം? നാവിൽ നിന്ന് പുറപ്പെടുന്ന അക്ഷരങ്ങൾ ഏതൊക്കെയാണ്? നാവിൽ നിന്ന് 18 അക്ഷരങ്ങൾ പുറപ്പെടുന്നുണ്ട്, നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ആ 18 അക്ഷരങ്ങളും ഇവിടെ എഴുതണം. ഖാഫ്, കാഫ്, ജീമ്, ഷീന്, യാ, ലോദ്, ലാമ്, നൂന്, റാ, ത്വ, താ, ദാല്, സ്വാദ്, സായി, സീന്, ലോ, ഫാ, ദാല്. ഇങ്ങനെ 18 അക്ഷരങ്ങൾ അവിടെ എഴുതി കൊടുക്കണം. നന്നായി മനസ്സിലാക്കി പഠിക്കാം. അടുത്തത് സ്വാദ്, സായി, സീന് എന്നീ അക്ഷരങ്ങളുടെ മഹ്റജ് വിവരിക്കാനാണ്. നാവിൻ്റെ അറ്റവും 2 വരിയിലെ മുൻപല്ലുകളുടെ ഇടയും. അതാണ്. അടുത്തത് അല്ലാ എന്ന ജലാലത്തിൻ്റെ ഇസ്മിനെ തഫീമാക്കേണ്ടത് എപ്പോൾ? എപ്പോഴാണ് അല്ലാ എന്ന ജലാലത്തിൻ്റെ ഇസ്മിനെ തഫീമാക്കേണ്ടത്? അല്ലാ എന്ന ജലാലത്തിൻ്റെ ഇസ്മിന് മുമ്പ് ഫതഹോ ലമ്മോ വന്ന ജലാലത്തിൻ്റെ ഇസ്മിലെ ലാമിനെ തഫീം ചെയ്ത് ഓതണം. അപ്പം അത് ജലാലത്തിൻ്റെ ഇസ്മിന് കസർ വന്നാൽ തർക്കീക്ക് ചെയ്യണം എന്ന് മനസ്സിലാക്കി പഠിക്കുക. ചോദ്യം മാറി വരുമ്പോൾ ശ്രദ്ധിക്കുക. അടുത്തത് എന്തിനാണ് തഫീം എന്ന് പറയുന്നത്? എന്തിനാണ് തഫീം എന്ന് പറയുന്നത്? വായ നിറയെ ശബ്ദമുണ്ടാക്കും വിധം അക്ഷരത്തെ തടിപ്പിച്ചുച്ചരിക്കുന്നതിന് തഫീം എന്ന് പറയുന്നു. അപ്പോൾ തർക്കീക്ക് എന്ന് പറയുന്നത് എന്തിനാണെന്ന് ചോദിച്ചാലോ, അക്ഷരത്തെ നേർപ്പിച്ചുച്ചരിക്കുന്നത് കൊണ്ടാണ് തർക്കീക്ക് എന്ന് പറയുന്നത്. എന്തുകൊണ്ടാണ് തഫീം ഉണ്ടാകുന്നത്? നാവിൻ്റെ മുരട് അണ്ണാക്കിലേക്ക് ഉയരുന്നത് കൊണ്ടാണ് തഫീം ഉണ്ടാകുന്നത്. ഇതൊക്കെ വിട്ട ഭാഗം പൂരിപ്പിക്കാൻ വരാം. നാവിൻ്റെ മുരട് ഡാഷ് ഉയരുന്നത് കൊണ്ടാണ് തഫീം ഉണ്ടാകുന്നത്. അണ്ണാക്കിലേക്ക് ഉയരുന്നത് കൊണ്ട് മനസ്സിലാക്കാം. അതുപോലെ തർക്കീക്ക് ഉണ്ടാകുന്നത് എന്താണ്? നാവിൻ്റെ മുരട് അണ്ണാക്കിൽ നിന്ന് താഴുന്നത് കൊണ്ടാണ്. അണ്ണാക്കിൽ നിന്ന് താഴുന്നത് കൊണ്ടാണ് തർക്കീക്ക് ഉണ്ടാകുന്നത്. അതൊക്കെ മനസ്സിലാക്കുക. അടുത്തത് വായയുടെ ഉൾഭാഗത്ത് നിന്ന് പുറപ്പെടുന്ന അക്ഷരങ്ങൾ ഏവ? ഇവ എപ്പോഴാണ് ജൗഫിൽ നിന്ന് പുറപ്പെടുന്നത്? അലിഫ്, വാവ്, യാ. ഇതാണ് വായയുടെ ഉൾഭാഗത്ത് നിന്ന് പുറപ്പെടുന്ന അക്ഷരങ്ങൾ. ഇവ മദ്ദക്ഷരങ്ങളായി വരുമ്പോഴാണ് ജൗഫിൽ നിന്ന് പുറപ്പെടുന്നത്. അങ്ങനെ എഴുതാം. വായയുടെ ഉൾഭാഗത്ത് നിന്ന് പുറപ്പെടുന്നത്, അതാണ് ജൗഫിൽ എന്ന് പറയുന്നത്. മനസ്സിലാക്കുക. അടുത്തത് ചോദ്യം, അത് ഫിഖ്ഹിലെ ചോദ്യം ഇതിലേക്ക് ആഡ് ആയിപ്പോയതാണ്. പ്രിൻറ്റിങ്ങിൽ വരുന്ന മിസ്റ്റേക്കാണ്. അപ്പോൾ എല്ലാവരും ക്ഷമിക്കുക. അടുത്ത ചോദ്യം നമുക്ക് നോക്കാം. ഇസ്തിലായിൻ്റെ അക്ഷരങ്ങൾ ഏതെല്ലാം? ഇവ എപ്പോഴെല്ലാമാണ് തഫീം ചെയ്യേണ്ടത്? ഇസ്തിലായിൻ്റെ അക്ഷരങ്ങൾ ഹുസ്സലാത്തിൻ കിള്. ഇതാണ് ഇസ്തിലായിൻ്റെ അക്ഷരങ്ങൾ.
ഹുസ്സ ലോത്തിൻ കിള്. അപ്പോൾ ഏതൊക്കെ അക്ഷരങ്ങളാണ്? ഹ, സോദ്, ലോദ്, ഐന്, തോ, ഖാഫ്, ലോ. ഈ 7 അക്ഷരങ്ങളാണ്. ഇതിനെ എപ്പോഴാണ് തഫ്ഹീം ചെയ്യേണ്ടത്? ഈ 7 അക്ഷരങ്ങളെ എല്ലാ സമയത്തും തഫ്ഹീം ചെയ്യേണ്ടതാണ്. അങ്ങനെ എഴുതാം. ഈ 7 അക്ഷരങ്ങളെ എല്ലാ സമയത്തും തഫ്ഹീം ചെയ്യേണ്ടതാണ്. അടുത്തത് റായിന് തർക്കീക്കാക്കുന്ന നിയമങ്ങൾ. റായിനെ തർക്കീക്കാക്കുന്ന സന്ദർഭങ്ങൾ 4 എണ്ണമാണ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ആ 4 എണ്ണം എഴുതാനാണ്. അപ്പോൾ നമ്മൾ അവസാനത്തെ പാഠമാണ് അത് വരുന്നത്. അപ്പോൾ അത് റായിന് തർക്കീക്കാക്കുന്ന 4 സന്ദർഭങ്ങൾ മനസ്സിലാക്കുക. റായിൻ്റെ ഹർക്കത്ത് കസറാവുക, സുക്കൂനുള്ള റായിന് മുമ്പ് കസറാവുകയും ശേഷം ഇസ്തിലായിൻ്റെ ഹർഫ് ഇല്ലാതിരിക്കുകയും ചെയ്യുക, സാക്കിനായ റായിന് മുമ്പ് സുക്കൂനുള്ള യാ വരിക, സാക്കിനായ റായിന് മുമ്പ് സുക്കൂനുള്ള യാ അല്ലാത്ത അക്ഷരവും അതിന് മുമ്പുള്ളത് കസറാവുകയും ചെയ്യുക. അപ്പോൾ അതൊക്കെ ഉദാഹരണമൊക്കെ ചേർത്ത് മനസ്സിലാക്കിയിട്ട് പഠിക്കുക. റായിനെ തഫ്ഹീമാക്കുന്ന നിയമങ്ങൾ. അടുത്തത് വന്നത് അതാണ്. തഫ്ഹീമാക്കുന്ന 5 സന്ദർഭങ്ങൾ. റായിൻ്റെ ഹർക്കത്ത് ഫതഹോ ലമ്മോ ആവുക, സുക്കൂനുള്ള റായിന് മുമ്പ് ഫതഹോ ലമ്മോ ആവുക, സാക്കിനായ റായിന് മുമ്പുള്ള അക്ഷരത്തിന് സുക്കൂനാവുകയും അതിന് മുമ്പുള്ളത് ഫതഹോ ലമ്മോ ആവുകയും ചെയ്യുക. പിന്നെ സുക്കൂനുള്ള റായിന് മുമ്പ് കസറ ആരിലോ മുൻഫസിലോ ആവുക, സാക്കിനായ റായിന് മുമ്പ് കസറാവുകയും ശേഷം ഇസ്തിലായിൻ്റെ ഹർഫ് ഉണ്ടാവുകയും ചെയ്യുക. അപ്പോൾ അതൊക്കെ അങ്ങനെ മനസ്സിലാക്കുക. പിന്നെ ഇതിൽ നിന്നൊക്കെ ചോദ്യങ്ങൾ വരാം. എങ്ങനെ? മിർസാദ്. മിർസാദ് എന്നതിൽ റായിനെ തഫ്ഹീം ചെയ്യാൻ കാരണം എന്തെന്ന് ചോദ്യം വരും. അപ്പോൾ നമുക്ക് എന്ത് ചെയ്താൽ? മിർസാദ് എന്നതിൽ സാക്കിനായ റായിന് മുമ്പ് കസറാവുകയും ശേഷം ഇസ്തിലായിൻ്റെ ഹർഫ് ഉണ്ടാവുകയും ചെയ്തു എന്ന് നമുക്കവിടെ എഴുതി കൊടുക്കാം. അതുപോലെ തന്നെ ഫജ്ർ. ഫജ്ർ എന്നതിൽ സാക്കിനായ റായിന് മുമ്പ് സുക്കൂനുള്ള അക്ഷരവും അതിന് മുമ്പുള്ളത് ഫതഹ ആവുകയും ചെയ്തു. അതുപോലെ ഓരോന്നും മനസ്സിലാക്കി പഠിക്കാം. നമുക്കൊരു ഉദാഹരണം തന്നിട്ട് അത് എന്തുകൊണ്ടാണ് തഫ്ഹീമായത് തർക്കീക്കായത് എന്ന് ചോദ്യം വരാം. ഫുർഖാൻ. ഫുർഖാൻ എന്നതിലെ റായിനെ തഫ്ഹീം ചെയ്തു. കാരണം എന്ത്? സാക്കിനായ റാ അതിന് മുമ്പ് ലമ്മ വന്നു, സുക്കൂനുള്ള റാ അതിന് മുമ്പ് ലമ്മ വന്നു. ഒക്കെ ഒരുപോലെ തന്നെയാണ് മനസ്സിലാക്കുക. അതുപോലെ ഹൈർ. ഹൈർ എന്നതിൽ റായിന് തഫ്ഹീമോ തർക്കീക്കോ? എന്താണ്? ഹൈർ എന്നതിൽ റായിന് തർക്കീക്കാണ്. കാരണം എന്ത്? സാക്കിനായ റായിന് മുമ്പ് സുക്കൂനുള്ള യാ വന്നു. റായിന് ഹർക്കത്ത് കസറായതിനൊരു ഉദാഹരണം എഴുതുക. റിജാലുൻ എന്നൊക്കെ നമുക്ക് എഴുതി കൊടുക്കാൻ കഴിയണം. അതുപോലെ ഫസ്ബിർ. ഫസ്ബിർ എന്നതിൽ സാക്കിനായ റായിന് മുമ്പുള്ള അക്ഷരം കസറാവുകയും ശേഷം ഇസ്തിലായിൻ്റെ ഹർഫ് ഇല്ലാതിരിക്കുകയും ചെയ്തിട്ടുണ്ട്. ഹിജ്ർ. ഹിജ്ർ എന്നതിൽ സാക്കിനായ റായിന് മുമ്പുള്ളത് സുക്കൂനുള്ള യാ അല്ലാത്ത അക്ഷരവും അതിന് മുമ്പുള്ളത് കസറാവുകയും ചെയ്തു. സാക്കിനായ റായിന് മുമ്പ് സുക്കൂനുള്ള ഒരക്ഷരവും യാ അല്ലാത്ത ഏതക്ഷരവും വരാം. അതിന് മുമ്പുള്ളത് കസറാവുകയും ചെയ്താലും അവിടെ റായിനെ തർക്കീക്ക് ചെയ്യണം. അപ്പോൾ ഇതൊക്കെ ഉദാഹരണം ഇങ്ങനെ മനസ്സിലാക്കിയിട്ട് പഠിക്കണം. പിന്നെ നമുക്ക് 5 വരിയിൽ എഴുതാൻ വരാം. എന്ത്? തഫ്ഹീം എന്നതിനെ കുറിച്ച് എഴുതാൻ വരാം. തഫ്ഹീം എന്നതിനെ കുറിച്ച് എഴുതാൻ വന്നാൽ നമുക്കെന്ത് എഴുതാം? റായിനും ലാമിനും തഫ്ഹീമും തർക്കീക്കും എന്നീ 2 അവസ്ഥകളുണ്ട്. ലാമ് ജലാലത്തിൻ്റെ ഇസ്മിൽ വരുമ്പോൾ
ആ ഇസ്മിന് തൊട്ട് മുമ്പ് ഫത്തഹ ലമ്മ ആണെങ്കിൽ അവിടെ തഫീം ചെയ്യണം. ജലാലത്തിൻ്റെ ഇസ്മിന് മുമ്പ് കസറ ആണെങ്കിൽ അവിടെ തർക്കീക്ക് ചെയ്യണം. എന്നാൽ റായിന് 5 സന്ദർഭങ്ങളിൽ തഫീമും 4 സന്ദർഭങ്ങളിൽ തർക്കീക്കും ഉണ്ട്. വായ നിറയെ ശബ്ദമുണ്ടാക്കും വിധം അക്ഷരത്തെ തടിപ്പിച്ച് ഉച്ചരിക്കലാണ് തഫീം. നേർപ്പിച്ച് ഉച്ചരിക്കുന്നതിനാണ് തർക്കീക്ക് എന്ന് പറയുന്നത് എന്നൊക്കെ ചേർത്ത് നമുക്കവിടെ ഉദാഹരണങ്ങളൊക്കെ ചേർത്ത് അവിടെ നമുക്ക് 5 വരി കുറയാതെ എഴുതാം. അതുപോലെ തന്നെയാണ് ജലാലത്തിൻ്റെ ഇസ്മിൽ തഫീമുൽ ലാം എന്ന് പറഞ്ഞിട്ട് നമുക്ക് എഴുതാൻ വരാം. അപ്പോൾ അവിടെ അള്ളാഹു എന്ന ജലാലത്തിൻ്റെ ഇസ്മിന് മുമ്പ് ഫതഹോ ലമ്മോ ആണെങ്കിൽ അവിടെ ലാമിനെ തഫീം ചെയ്യണം. ലാമിൻ്റെ മഹ്റജിൽ നിന്ന് തന്നെയാണ് ലാമ് ഉച്ചരിക്കേണ്ടത്. ജലാലത്തിൻ്റെ ഇസ്മിന് മുമ്പ് കസറയാണെങ്കിൽ അവിടെ തർക്കീക്ക് ചെയ്യണം. അതൊക്കെ ചേർത്ത് നമുക്കവിടെ ഓരോ ഉദാഹരണം ബിസ്മില്ല, റസൂലില്ല, ഇലല്ലാഹി എന്നൊക്കെ ചേർത്ത് നമുക്ക് അതിൻ്റെ ഉദാഹരണങ്ങളൊക്കെ ചേർത്ത് എഴുതാം. പിന്നെ മഹാരിജുൽ ഹുറൂഫ് എന്നതിനെ കുറിച്ച് എഴുതാൻ വന്നാൽ എന്തൊക്കെ എഴുതി കൊടുക്കാം? മഹാരിജുൽ ഹുറൂഫ് എന്നതിനെ കുറിച്ച് അക്ഷരങ്ങൾ പുറപ്പെടുന്ന വ്യത്യസ്ത സ്ഥലങ്ങൾ ഹലക്കിൽ നിന്നും, നാവിൽ നിന്നും, 2 ചുണ്ടുകളിൽ നിന്നും, വായയുടെ ഉൾഭാഗത്തു നിന്നും, തരിമൂക്കിൽ നിന്നുമാണ്. അപ്പം അത് അക്ഷരങ്ങളും ഒക്കെ ചേർത്ത് 5 വരിയിൽ കുറയാതെ എഴുതാൻ നന്നായി മനസ്സിലാക്കി പഠിക്കുക. എല്ലാ സമയത്തും തഫീമായി ഉച്ചരിക്കേണ്ട അക്ഷരമാണ് ഇസ്തിലായിൻ്റെ അക്ഷരങ്ങൾ. റായിന് 2 അവസ്ഥകളുണ്ട്. ഏതെല്ലാം? തഫീം, തർക്കീക്ക് എന്നീ 2 അവസ്ഥകളുണ്ട്. റായിനെ എത്ര സന്ദർഭങ്ങളിൽ തഫീം ചെയ്യണം? 5 സന്ദർഭങ്ങളിൽ. റായിനെ എത്ര സന്ദർഭങ്ങളിൽ തർക്കീക്ക് ചെയ്യണം? 4 സന്ദർഭങ്ങളിൽ. ഇങ്ങനെയൊക്കെ മനസ്സിലാക്കി പഠിക്കുക. ഈ വീഡിയോ നന്നായിട്ട് ഉപകാരപ്പെടുത്തുക. വീഡിയോ കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. ഇന്നത്തെ വോയിസ് ഇവിടെ അവസാനിപ്പിക്കുകയാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.